മാരിയറ്റ് ഹോട്ടലിൽ ഷൂട്ട് ചെയ്യുക. കോട്ടിയാട് മാരിയറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്തുള്ള ഹോട്ടലിൽ ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ മാരിയറ്റിൻ്റെ പുറത്ത് ഫോണും പിടിച്ചിട്ട്, ഫോണല്ല, ഞാൻ സിഗരറ്റും പിടിച്ച് ചായയും പിടിച്ചിട്ട് നിൽക്കുക. അപ്പോൾ എനിക്ക് 9 മണി, നമ്മൾ കോൾ ഷീറ്റാണ്. കോൾ ഷീറ്റ് എന്ന് വെച്ചാൽ 9 to 6 ആണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, കോൾ ഷീറ്റില്ല. 9 മണിക്ക് മാം വരും, 10 മണിയാകുമ്പോൾ ഷോട്ട് എടുക്കും, 5:30 ആകുമ്പോൾ പാക്കപ്പ് ആവും. അങ്ങനെ 9 മണിക്ക് എനിക്കൊരു കോൾ വന്നു. മാം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് തീരെ വയ്യ, ഞാനിന്ന് വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കോട്ടിയാട് മാരിയറ്റിന് അന്ന് ഞങ്ങൾ ഏകദേശം നല്ല പൈസ, എത്ര പൈസ എന്നല്ല, നല്ല ലക്ഷക്കണക്കിന് പൈസയാണ് ഈ 2 ദിവസം ഷൂട്ടിന്. അപ്പം അത് ഓൾറെഡി നമ്മൾ കൊടുത്തു. ഒരു ദിവസം 2 ദിവസം പെർമിഷനേ ഉള്ളൂ നമുക്കവിടെ ഷൂട്ടിന്. അപ്പോൾ ഇന്ന് ഇവർ വന്നില്ലെങ്കിൽ നമ്മുടെ എല്ലാ ചാർട്ട് പൊളിയും, നമ്മുടെ പരിപാടിയൊക്കെ പൊളിയും. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ വരില്ല, എനിക്ക് തീരെ വയ്യ, എനിക്ക് പനിയാണ്, പരിപാടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാം ഞാൻ ലൊക്കേഷന് പൈസ കൊടുത്തു, ഞാൻ ഇവിടുത്തെ ഇത് കൊടുത്തു, ഹൗ ക്യാൻ യു ടോക്ക് ടു മീ ലൈക്ക് ദാറ്റ് എന്നുള്ളൊരു സംഭവം. കാരണം ഞാൻ പറഞ്ഞത് തെറ്റുണ്ടല്ലോ. കാരണം ഒരു പനി പിടിച്ച ഒരാളെ എങ്ങനെ ആർട്ടിസ്റ്റിനെ, കാരണം നമ്മൾ അവരുടെ ഹെൽത്തിനൊക്കെ ആലോചിക്കണമല്ലോ. പക്ഷെ ഞാൻ അറിയാതെ എൻ്റെ ഒരു കൺസേൺ കൊണ്ട്, കാരണം നമ്മളാണ് പ്രൊഡക്ഷൻ, കൺസേൺ കൊണ്ട് ഞാൻ പറഞ്ഞുപോയി. അപ്പോൾ കോള് കട്ടായി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാനങ്ങനെ പറയാനും പാടില്ലായിരുന്നല്ലോ. കാരണം അത് എല്ലാവരും വയ്യാതെ ടേക്ക് റെസ്റ്റ് എന്ന് പറയേണ്ട സ്ഥലത്ത് ലൊക്കേഷൻ റെൻറ്റ് പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വിട്ട വാക്ക് എന്ന് പറഞ്ഞാൽ ഞാനങ്ങ് പറഞ്ഞുപോയി. എനിക്ക് ഭയങ്കര കുറ്റബോധം. അങ്ങനെ പറയാൻ പാടില്ലല്ലോ. എന്നാൽ പിന്നെ ഞാൻ അവരെ മാനേജറുണ്ട്, പുള്ളിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പറഞ്ഞു പോയി, ഇങ്ങനെ ഒരു സംഭവമുണ്ട്. എപ്പടി സാർ നിങ്ങൾ പേസലാന്ന് എൻ്റെ പുള്ളി. അപ്പോഴേക്കും അപ്പം പിന്നെ എനിക്ക് അയ്യോ നെഞ്ചുവേദനയൊക്കെ തുടങ്ങി. ഞാൻ വിട്ട്, ഓക്കെ പരിപാടി വിട്ട്. ഞാൻ പറഞ്ഞു, സോറി സാർ, ഓക്കെ വിടുங்க സാർ നിങ്ങൾ വിടുங்க. ഓക്കെ സാർ മാഡം, അപ്പോൾ എനിക്ക് വരമാട്ടാം എന്നൊക്കെ പറഞ്ഞ് വെച്ച് പൈസ പോയി. ഒരു ദിവസത്തെ പൈസ പോയി. കാരണം അന്ന് പുള്ളിക്കാരിനെ വെച്ചിട്ടാണ് നമ്മളിത് മൊത്തം ചാർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ അകത്ത് ലൈറ്റപ്പ് തുടങ്ങി, എല്ലാ പരിപാടികളും തുടങ്ങി, ലൈറ്റപ്പൊക്കെ തുടങ്ങിയിരിക്കും, സ്റ്റാർട്ട് ചെയ്തിരിക്കുക. അപ്പോൾ ജോമോനാണ് അന്ന് ഷൂട്ട് ചെയ്യുന്നത്, ജോമോൻ ടി ജോൺ. ജോമോൻ അന്ന് രൺവീർ സിംഗിന് സിംബയൊക്കെ കഴിഞ്ഞിട്ട് പരിപാടി നിന്ന് കഴിഞ്ഞ് വരിക. അപ്പോൾ ജോമോൻ എന്നെ അടുത്ത് കൊണ്ടുവന്നു. പുറത്ത് ഞാൻ നിൽക്കുന്ന സമയം ജോമോൻ പറഞ്ഞു, ഇത് കുറേ നേരമല്ലോ ഷൂട്ട് ചെയ്യുന്നുണ്ടോ? രൺവീർ സിംഗ് വിളിച്ച് കരൺ ജോർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനെന്താ ചെയ്യണമെന്നൊക്കെ കട്ട ഓൾറെഡി ഇത്. അപ്പോൾ ഞാൻ നിൽക്കണ പോണ ആ സെറ്റപ്പിലാണ് ജോമോൻ ഇരിക്കുന്നത്, ഹെവി സെറ്റപ്പ്. കരൺ ജോർ ഇപ്പോൾ കഴിഞ്ഞ വിളിച്ചത് പറഞ്ഞാൽ രൺവീർ സിംഗ് റിപ്ലൈ അയച്ചിട്ട് മെസ്സേജ് എന്നൊക്കെ പറഞ്ഞു. പുള്ളി പോയി. ഞാൻ പറഞ്ഞു ഇപ്പം വരും അവർ. ഞാൻ പോയി ഒരാളെ സമാധാനിപ്പിച്ചിട്ടു. അപ്പോൾ കൺട്രോളർ വരുന്നു. ഞാനിത് 9:30 കഴിഞ്ഞ് 10 എന്താ അവർ വരുന്നില്ലേ, എന്താ ഞാൻ പറഞ്ഞാൽ അവർ വരൂല, പടച്ചോനെ വരൂലേ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ടെൻഷനായി. അപ്പോൾ ആകെപ്പാടെ ഒരു സ്റ്റാൻഡ് സ്റ്റിൽ അവസ്ഥ. ഇനി എന്ത് ചെയ്യും? അപ്പം ഞാൻ അന്ന് നിവിന് ഷൂട്ടില്ല, പിറ്റേ ദിവസമാണ് നിവിന്. അപ്പം നിവിന് പിറ്റേ ദിവസം വെച്ചിരിക്കുന്നത് രാത്രിയേ നിവിനുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ വെച്ച് പിറ്റേ ദിവസം എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം. പക്ഷെ നിവിൻ അന്ന് വരണ്ടാന്ന് പറഞ്ഞു വെച്ചതുകൊണ്ട് നിവിൻ വേറെ എൻഗേജ്മെൻറ്റ്സും ഉണ്ട്. അപ്പോൾ ഞാൻ നിവിനൊന്ന് വിളിച്ചേക്കാന്ന് വെച്ചിട്ട്, അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ചേട്ടാ ഇങ്ങനെ അവർക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ വരുമൊന്നുമില്ല, ഞാൻ വീട്ടിലാണ്. ഞാൻ പറഞ്ഞു വേറെ വഴിയില്ല, നമ്മൾ പൈസ കൊടുത്തു പോയി. ശരി എന്നാൽ പിന്നെ ഞാൻ വരാം. പക്ഷേ പുള്ളി എവിടെ നിന്ന് വരണമല്ലോ, നെടുമ്പാശ്ശേരി എത്തണമല്ലോ. അപ്പോൾ ഒരു 1.5 മണിക്കൂറാവും. ഞാൻ ഇതിൻ്റെ പുറത്തുനിന്ന് ചായ കുടിക്കുന്നു, സിഗരറ്റ് വലിക്കുന്നു. ഞാനൊരു 10-15 സിഗരറ്റോളം വലിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചായ കുടിക്കുന്നു, സിഗരറ്റ് വലിക്കുന്നു. ഇതിൻ്റെ പുറത്ത് ഞാനിങ്ങനെ നിൽക്കുക. 11:30 മണി. അപ്പോൾ പുള്ളി വന്നു, പുള്ളി കൃത്യമായിട്ട് വന്നു, ഞാൻ വിളിച്ചതുകൊണ്ട് വന്നു. എവിടെ എന്താ പരിപാടി? നമ്മൾ ഇതാണ് മറ്റേ അവർ സുഖമില്ല അല്ലേ, പരിപാടി എടുക്കാൻ വന്നു. അപ്പോൾ ഞാനും പിന്നെയും പുള്ളിയിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്നു, ചായ കുടിക്കുന്ന സമയത്ത് ഒരു 11:45-12 മണി വരെ ഞങ്ങളിങ്ങനെ പുറത്തുനിന്ന് സാധാ പറയാം. അപ്പോഴേക്ക് അവിടുത്തെ ലൈറ്റപ്പ് ചെയ്ത സാധനം നമ്മൾ പൊളിച്ചു. കാരണം അത് അവർക്ക് വേണ്ടി, വേറെ സീനിന് വേണ്ടി ലൈറ്റപ്പ് ചെയ്തത് പൊളിച്ച് ലൈറ്റപ്പ് ചെയ്യുമ്പോൾ മറ്റേ ആൾ വന്നു. രൺവീർ സിംഗ് ഇങ്ങനെ കരൺ ജോറും പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ. ഓക്കെ, ജോമോൻ അവർ പറയുന്നു വരുന്നു. ഇപ്പോൾ റോഹിത് ഷെട്ടി പറയുകയാണ്, മറ്റേ അലിയൻ്റെ ഒരു കൂടെ പറഞ്ഞു, ഷാറുഖ് ഇപ്പോൾ പറഞ്ഞത് ഞാൻ എൻ്റെ പൊന്നു പോയി നിങ്ങളൊന്ന് പോയി പറഞ്ഞ അവസാനം സമാധാനിപ്പിച്ച് കരൺ ജോറിനെ പറഞ്ഞു ഇട്ട് കഴിയൊക്കെ ലൈറ്റപ്പ്. കാരണം ലൈറ്റപ്പ് വിളിച്ച് അപ്പുറത്ത് ലൈറ്റപ്പ് ചെയ്യണമല്ലോ. അങ്ങനെ അപ്പുറത്ത് ലൈറ്റപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് 12 കാലമായപ്പോൾ ഒരു കാറ് വരുന്നു. കാറ് വന്ന് നിൽക്കുന്നു. കാറിൽ നിന്ന് ഒരു 5 സീരീസ് ഒരു BM വന്ന് ഇറങ്ങുന്നു. കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പുള്ളിക്കാരി ഇറങ്ങി നിൽക്കുക. അപ്പം ഞാൻ നിവിനൊരു സിഗരറ്റ് വിളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അപ്പം നിവിൻ നീയല്ലേ പറഞ്ഞ ഇവർ വരില്ല എന്ന്. എന്നിട്ട് ഞാൻ അടുത്തോട്ട് പോകുന്ന സമയത്ത് ഐ എം എ പ്രൊഫഷണൽ, എനിക്ക് അസുഖമൊന്നൊരു പ്രശ്നമല്ല. അങ്ങനെ ആയെന്നല്ല, അവരങ്ങനെ തന്നെയാണ്, അവരത്രയും പ്രൊഫഷണലാണ്. ഞാനത് പറഞ്ഞത് അവർക്ക് വിഷമമായിട്ടുണ്ടാകും. പക്ഷേ അവർ പനി വെച്ചിട്ടും അവർ വന്നു. അത് വലിയ കാര്യമല്ലേ, കാരണം അവർ ശരിക്കും വന്ന് സുഖമില്ലായിരുന്നു. പക്ഷേ പെട്ടത് ഞാനല്ലേ. ഓക്കെ, വന്നപ്പോൾ എല്ലാവരും വന്നു. 12 കാലമായി. ഞാൻ എൻ്റെ ഷോട്ട് എന്താണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ കാരവനിലുണ്ടാവും, റെഡിയാൻ പറഞ്ഞാൽ മതി. മാം കയറിപ്പോയി നിവിനോടൻ. അപ്പം ഞാനാ
ഞാൻ എന്ത് പറയും? ഞാൻ പറഞ്ഞു നിങ്ങളപ്പം തിരിച്ച് നമുക്ക് നോക്കട്ടെ ഷോട്ടൊക്കെ എടുക്കാം എന്ന് പറഞ്ഞിട്ട് നിവിനകത്തോട്ട് കയറി പോകുന്നു. നമ്മളകത്തോട്ട് കാരണം കരൺ ജോഹർ അപ്പുറം ജോവണ്ടിനോട് അവിടെ ലൈറ്റ് ഇട്ട് ഇരിക്കുക. ഏത് ഞാൻ മേലെ പോയി നിവിൻ്റെ ഷോട്ട് എടുക്കും. കാരണം പുള്ളി അവിടെ ലൈറ്റ് ഇപ്പം കഴിഞ്ഞപ്പോഴേക്ക് 12:30 ആയപ്പോഴേക്കും നിവിനും ജോമോൻ നമ്മളെല്ലാം നിവിൻ്റെ ഒരു ഷോട്ടെങ്കിലും എടുക്കണമല്ലോ, അത്രയും ദൂരം നിന്ന് വന്നതല്ലേ. അപ്പോൾ അല്ലെങ്കിൽ പുള്ളിനെ നമ്മൾ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല, നമ്മുടെ നായകനല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നിവിന് പറഞ്ഞാൽ കുഴപ്പമില്ല, എന്നാൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല, അവർക്ക് വയ്യാത്തല്ലേ, ഞാൻ തിരിച്ചു പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞ് പുള്ളിയും മനസ്സിലാക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പുള്ളിക്കാരി കയറി വന്നു ഷോട്ട് റെഡി അല്ലേന്ന് ചോദിച്ചു. ഞാൻ നല്ല ഇത് ലൈറ്റപ്പ് പൊളിച്ചിട്ട് ലൈറ്റപ്പ് ചെയ്യണം. ഇന്ന് ഇതുവരെ രാവിലെ തൊട്ട് സമയത്ത് ലൈറ്റപ്പ് ചെയ്തിട്ടില്ലല്ലേ, ഒറ്റപ്പോക്ക് പോയി. അപ്പം ഞാൻ പുറകെ പോയിട്ടില്ല, ലൈറ്റപ്പ് ചെയ്ത് അത് പൊളിച്ചിട്ട് ഇവിടെ മാറ്റി പണ്ടാരക്കിയതാ. പണ്ടാര ഓക്കെ. തിരിച്ച് ഞാൻ പുറത്തോട്ട് വരുന്നു. നിവിൻ്റെ ഷോട്ട് എടുത്ത് നിവിനെ സമാധാനിപ്പിച്ച് ഒരു സൈഡിലാക്കി എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ താഴോട്ട് ഇറങ്ങുന്നു. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഒരുവിധം ഞാൻ പറഞ്ഞു ഇതൊക്കെയാണ് സംഭവിച്ചത്. അല്ല നിവിനോട് പറഞ്ഞ പുള്ളിക്കാരനോട് ഞാൻ പറഞ്ഞു ഓക്കെയാണോ, ശരി ശരി ഓക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തിറങ്ങി. ഇതേമാതിരി എൻ്റെ ഹോട്ടലിൻ്റെ പുറത്ത് സിഗരറ്റും വലിയ ചായം 1 മണിയായ ഞാൻ 9 മണിക്ക് നിൽക്കാൻ തുടങ്ങിയതാണ്. സിഗരറ്റ് വലിച്ച് നിൽക്കുമ്പോൾ കരൺ ജോഹർ പിന്നെയും വരുന്നു. ഞാൻ നിൽക്കണ പോണ. ഞാൻ പറഞ്ഞു നിങ്ങളെന്താന്ന് വെച്ചാൽ നിങ്ങളൊന്നിങ്ങനെ പോകുമ്പോ എന്നെ വരുന്ന അടുത്തയാൾ വന്നിട്ട് എൻ്റെ അടുത്ത്. അപ്പം ഇതിനിടയിലൊക്കെ എൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ഒരുത്തം വരുന്നുണ്ട്. ചേട്ടാ ബ്രേക്ക് ആവാറായോ? ഞാൻ അവസാനം ഒറ്റവും വന്ന് ലാസ്റ്റ് ആകുമ്പോൾ ചേട്ടാ 1 മണിയായി, ചോറ് തന്നാൻ സമയം ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞു കളം അതിൻ്റെ മക്കളെ പോയി ചോറ് തുറന്നുണ്ട്. ഇങ്ങനെയായിരുന്നു